കാറ്റത്തേക്കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുഭാഷിനെ ജ്യോതി വിളിക്കുന്നുണ്ട്. സുഭാഷ് ആണെങ്കിൽ ഫോൺ എടുത്ത അപ്പം ജോലിയെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. ജ്യോതിക്കാണെങ്കിലോ സുഭാഷിന്റെ ഈ ഒരു സംസാരമെല്ലാം കേട്ടുകൊണ്ട് തന്നെ ആകെ ബോറടിച്ചിട്ടുണ്ടാവും. 2-3 വട്ടം വിളിച്ചപ്പോഴും സുഭാഷിന് ഈ ഒരു കാര്യമല്ലാതെ വേറൊന്നും തന്നെ തന്നോട് പറയാനില്ല. ഒടുവിൽ സഹിക്കെട്ട് തന്നെ ജ്യോതി ആ ഒരു കോളങ്ങ് കട്ട് ചെയ്തു പോവാണ്. ഇതേ സമയത്ത് തന്നെ ഉച്ചക്ക് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് നിധിയും സുധീഷൊക്കെ ഒരുമിച്ചിരിക്കുകയായിരിക്കും. ആ സമയത്തന്നെ ഭാസ്കരൻ നിധിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചിക്കൻ 65 ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പം തന്നെ നികേഷ് കളിയാക്കി പറയുന്നുണ്ട്, അച്ഛന് നിധിയേട്ടത്തിയോട് ഭയങ്കര കെയറിംഗ് ആണ്, സ്നേഹമാണ് എന്നൊക്കെ. നിധിയും അത് ശരിവെച്ചു. പിന്നീട് നിധി ആ പഴയ കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചോദിക്കുകയാണ്. അതെ, അച്ഛൻ ശരിക്കും നിങ്ങളുടെ അമ്മയെ കൊന്നതാണോ എന്ന് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. ഹരീഷ് അപ്പം തന്നെ കട്ടായം പറഞ്ഞു, അത് കൊലപാതകം തന്നെയാണ്. നിനക്ക് ഈ ചിക്കൻ 65 കിട്ടിയത് കൊണ്ട് അച്ഛൻ ആള് കൊള്ളാമെന്നൊന്നും പറയണ്ട, അയാളെ സപ്പോർട്ട് ചെയ്യും വേണ്ട എന്നൊക്കെ പറയും. എന്നാൽ നിധിക്കത് കേട്ടപ്പോൾ വലിയ വിഷമമായിരുന്നു. ഭാസ്കരൻ ഇങ്ങനെയൊന്ന് ചെയ്യുമെന്ന് അവൾക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. കാരണം നിധി അത്രമാത്രം ഭാസ്കരനെ അടുത്തറിഞ്ഞതാണല്ലോ. ഇവിടെ വന്നിട്ട് കുറേ ദിവസങ്ങളായില്ലേ നിധി. ഭാസ്കരൻ്റെ പെരുമാറ്റവും പെൺകുട്ടികളോടുള്ള ആ ഒരു ബഹുമാനവും കെയറിങ്ങും ഒക്കെ കാണുമ്പോൾ സ്വന്തം ഭാര്യയെ കൊല്ലാൻ ഒരാൾക്ക് എങ്ങനെ പറ്റുമെന്ന് നിധി ആലോചിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജ്യോതി നിധിയെ വിളിക്കുന്നത്. അന്നേരം തന്നെ നിധി ആ ഒരു കോൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം എന്താ ജ്യോതി കാര്യമെന്ന് ചോദിക്കും. സുഭാഷേട്ടനുമായിട്ട് സംസാരിച്ചോ എന്ന് ചോദിക്കും. അവർ തമ്മിലൊന്ന് സംസാരിച്ച് സെറ്റ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് തങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കാത്തത് എന്നൊക്കെ പറയട്ടോ നിധി. അന്നേരം ജ്യോതി പറയുന്നുണ്ട്, ഇത് സുഭാഷേട്ടനോട് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ നിധിയെ വിളിച്ചത്. ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഒത്തുപോവില്ല നിധി, എനിക്ക് ഈ ബന്ധത്തിന് ഒട്ടും താല്പര്യമില്ല എന്ന് പറയും. അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ വിളിക്കുന്നത് എന്നും ജ്യോതി കൂട്ടിച്ചേർത്തു. അത് കേട്ടപ്പോൾ നിധിക്ക് വല്ലാത്തൊരു അത്ഭുതമായി. അതെന്താ ജ്യോതി അങ്ങനെ പറയുന്നത്? സുഭാഷേട്ടൻ നിന്നെ ഇഷ്ടമില്ലത് വല്ലതും പറഞ്ഞോ എന്ന് ചോദിക്കും. അന്നേരം ജ്യോതി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, പക്ഷേ പുള്ളിയോട് സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങ് സിങ്കാവുന്നില്ല, എനിക്കങ്ങ് സെറ്റാവുന്നില്ല. എപ്പോഴും ജോലി, വീട്, ഭക്ഷണം, ഇത് മാത്രമാണ് പുള്ളിക്കാരന് എന്നോട് പറയാനുള്ളത്. അല്ലാതെ എന്നെക്കുറിച്ചോ എൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ പുള്ളിക്ക് ചോദിക്കാനുമില്ല, പറയാനുമില്ല. എനിക്ക് ശരിക്കും ഇതൊരു ബുദ്ധിമുട്ടായി തോന്നുകയാണ് എന്നൊക്കെ പറയട്ടോ. അന്നേരം നിധി പറയുന്നുണ്ട്, സുഭാഷേട്ടനൊരു പാവമാണ്, ഭയങ്കര കെയറിംഗ് ആണ് എന്നൊക്കെ പറയും. പക്ഷേ അതൊന്നും തന്നെ ജ്യോതി സമ്മതിച്ചില്ല. ഇത് കെയറിംഗ് ഒന്നല്ല, വെറും ബോറിംഗ് ആണ്. ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ എനിക്ക് ഏതായാലും ജീവിക്കാൻ പറ്റില്ല എന്ന് തന്നെ അവൾ അങ്ങ് ഉറപ്പിച്ചു പറഞ്ഞു. അന്നേരം നിധി പറയുന്നുണ്ട്, ആയിക്കോട്ടെ, എങ്കിൽ പിന്നെ നിന്റെ ഇഷ്ടം പോലെ. നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ, ആരെയും നിർബന്ധിക്കാനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കൂടെ തന്നെ അവൾ വിഷമത്തോടു കൂടെ തന്നെ ഫോൺ കട്ട് ചെയ്തു. ഇവരുടെ സംസാരമെല്ലാം തന്നെ നികേഷ് കേട്ടിരുന്നു. ഫോൺ വെച്ച ഉടനെ തന്നെ നികേഷ് പറഞ്ഞു, എനിക്കറിയാമായിരുന്നു സുഭാഷേട്ടൻ ഇതെല്ലാം അങ്ങ് കുളമാക്കുമെന്ന്. ഒരു പെണ്ണിനോട് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും ആ മനുഷ്യൻ ഇപ്പോഴും അറിയില്ല എന്നൊക്കെ പറയും. അന്നേരം നിധി ചോദിക്കുന്നുണ്ട്, അതിനിപ്പോൾ സുഭാഷേട്ടൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന്. പുള്ളിയുടെ സ്വഭാവം അങ്ങനെയാണ്, കള്ളത്തിനും ഒന്നും പറഞ്ഞില്ലല്ലോ, ഉള്ളതുപോലെ തന്നെ പറഞ്ഞു. സുഭാഷേട്ടനെ മനസ്സിലാക്കുന്ന ഒരു പെണ്ണ് വരും, അതുവരെ നമുക്ക് കാത്തിരിക്കാമെന്നും പറയാണ്. ഇതേ സമയത്തിന് സുധീഷ് പറയുന്നത്, സുഭാഷേട്ടനെ കുറച്ചും കൂടി നന്നായിട്ട് തന്നെ ആ ഒരു പെൺകുട്ടിയോട് സംസാരിക്കാമായിരുന്നു എന്നൊക്കെ ആയിരിക്കും. പക്ഷേ നിധി സുഭാഷേട്ടനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര അങ്ങ് വിഷമമായി. സന്തോഷത്തോടു കൂടി തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ മൂഡ് ആകെപ്പാടെങ്ങ് പോയി. പിന്നീട് നിധി ഒരു തീരുമാനമെടുത്ത് സുനന്ദയുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെന്നപ്പോൾ ലളിത ഇറങ്ങി വന്ന് അവളെ ചീത്ത വിളിക്കാൻ തുടങ്ങി. എടി, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്ന് പോലീസിനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് പോരാഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിച്ചു കൊണ്ട് തന്നെ നിധി ഒരുപാട് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അന്നേരം നിധി പറയുന്നുണ്ട്, അതെ, ഞാൻ ഇങ്ങോട്ടേക്ക് തനിച്ചാ വന്നത്, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്ന് പറയും. സുനന്ദയുടെ അച്ഛനും അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. നിധിയുടെ കുടുംബത്തെക്കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചും ഒക്കെ അവർ പരിഹസിച്ച് ചിരിച്ചു. പക്ഷേ നിധി അന്നൊന്നും തന്നെ വിട്ടുകൊടുത്തില്ല. അതെ, എനിക്ക് സംസാരിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അവൾ നേരെ വീടിനുള്ളിലേക്ക് കയറി. സുനന്ദയുടെ അച്ഛൻ ദേഷ്യപ്പെട്ട് അവളെ അവിടെ നിന്നും ഇറക്കി വിടാനൊക്കെ നോക്കിയിരുന്നു. പക്ഷേ നിധി പറയുന്നുണ്ട്, എനിക്ക് സുഭാഷേട്ടനെ കുറിച്ച് പറയാനുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയും. സുനന്ദക്ക് സുഭാഷേട്ടനെ ഒരുപാടധികം ഇഷ്ടമാണെന്ന കാര്യം നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അവളെ നിങ്ങൾ നിർബന്ധിച്ച് വേറെ കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഒരിക്കലും സന്തോഷവതിയാവില്ല. ഭാസ്കരൻ കൊലപാതകയാണെന്ന അവരുടെ ആ ഒരു ആരോപണത്തിനും നിധി നല്ല ചുട്ട മറുപടി കൊടുത്തു. ഞാൻ ആ വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പതേ 3 മാസമായി. ഇന്ന് വരെ ആ വീട്ടിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. അവിടെ പെണ്ണുങ്ങൾ വാഴില്ല എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. ആ വീട്ടിലുള്ളവരെല്ലാവരും നല്ലവരാണ്. ഇത് കേട്ടതോടുകൂടി ലളിത ദേഷ്യപ്പെട്ട് പറഞ്ഞു, നിന്നെ അവൻ ഇതൊക്കെ പറഞ്ഞു വിട്ടതാണോ എന്നൊക്കെ ചോദിക്കും. അല്ല, ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങോട്ടേക്ക് വന്നതാണ്, എൻ്റെ തീരുമാനത്തോട് വന്നതാണ്, നിധി പറഞ്ഞു. അവസാനം നിധി എന്ത് പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ അവർ നിധിയെ അവിടെ നിന്നും ഇറക്കി വിടുകയാണ്.
പുറത്തേക്ക് ഇറങ്ങിയ നിധിയെ സുനന്ദ അടുക്കളവാതിൽ വന്ന് രഹസ്യമായി തന്നെ വിളിച്ചു. സുഭാഷേട്ടൻ പറഞ്ഞിട്ടാണോ വന്നത് എന്ന് ചോദിക്കാണ്. അന്നേരം നിധി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വന്നതാണെന്ന് പറയും. സുനന്ദ കരഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ സങ്കടമെല്ലാം തന്നെ നിധിയോട് പറഞ്ഞു. എനിക്ക് ഈ ബന്ധത്തിന് താല്പര്യമൊന്നുമില്ല നിധി. സുഭാഷേട്ടനല്ലാതെ മറ്റാരും എൻ്റെ മനസ്സിലില്ല. പക്ഷേ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കാനും വയ്യ എന്ന് സങ്കടത്തോടു കൂടെ പറയാണ് സുനന്ദ. നിധി പറയുന്നുണ്ട്, തീരുമാനമെടുക്കേണ്ടത് നീയാണ് സുനന്ദ, നിന്റെ ജീവിതമാണ്. അങ്ങനെ സുനന്ദയെ ഉപദേശിച്ചതിന് ശേഷം നിധി അവിടെ നിന്നും പോയി. സന്ധ്യാസമയമായപ്പോൾ സുധീഷും നികേഷും ഹരീഷൊക്കെ ഫോണിലിങ്ങനെ വീഡിയോ കണ്ടിരിക്കുകയായിരിക്കും. നിധി അങ്ങോട്ടേക്ക് വന്നിട്ട് ഇങ്ങനെ എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. സുനന്ദയുടെ വീട്ടിൽ വെച്ച് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവളുടെ ഉള്ളിൽ കിടന്നിങ്ങനെ ഓടുകയായിരിക്കും. സുഭാഷേട്ടന് ചങ്കൂറ്റമുണ്ടെങ്കിൽ നേരിട്ട് വരാൻ പറഞ്ഞ് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിധി ഓർത്തെടുത്തു. ആ സമയത്തായിരിക്കും സുഭാഷ് അങ്ങോട്ടേക്ക് വന്നത്. സുധീഷ് വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല സുഭാഷേട്ട, ആ പെണ്ണ് വിളിച്ചിരുന്നു എന്ന്. സുഭാഷേട്ടൻ പറഞ്ഞു, ആ വിളിച്ചിരുന്നു, ഞാൻ ആഹാരം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് പിന്നെ വീട്ടിലെ കാര്യങ്ങളല്ലാതെ വേറൊന്നും പറയാനൊന്നും അറിയില്ലല്ലോ എന്ന് പറയും. ഇത് കേട്ടപ്പോൾ നിധിക്ക് പാവം തോന്നി. പിന്നീട് നിധി അവരോട് പറഞ്ഞു, നമുക്ക് സുനന്ദയുടെ വീട്ടിൽ പോയിട്ട് പെണ്ണ് ചോദിച്ചാലോ എന്ന് ചോദിക്കും. ഹരീഷിന് അത് കേട്ടിട്ട് അങ്ങ് ഭ്രാന്തി പിടിച്ചു. ദേ, അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരെ നമ്മളെല്ലാവരും അങ്ങ് ഓടിക്കില്ലേ? നിധി പറഞ്ഞത്, നമ്മളിനി അതിനെപ്പറ്റി ശ്രമിക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. സുഭാഷേട്ടൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രയൊക്കെ ത്യാഗം ചെയ്യുന്നു. അപ്പോൾ സുഭാഷേട്ടൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇതെങ്കിലും ചെയ്തുകൂടെ എന്ന് ചോദിക്കും. സുഭാഷേട്ടന് സുനന്ദയെ ആ വീട്ടിൽ നിന്നും പിടിച്ചിറക്കി കൊണ്ടുവരാൻ അറിയാഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും ഭാവി ഓർത്തുകൊണ്ടാണ് സുഭാഷേട്ടൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ പറയാണ് നിധി. നിധി പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് അവരെല്ലാവരും അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. സുഭാഷേട്ടന് വേണ്ടിയിട്ട് തങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന ചിന്ത അവരുടെ മനസ്സിലും അന്നേരം വന്നു. നിധി തുടങ്ങി വെച്ച ആ വലിയ നീക്കത്തിൻ്റെ ബാക്കി പത്രമെന്നോണം നാടകീയമായ മുഹൂർത്തങ്ങളാണ് പിന്നീട് ആ വീട്ടിൽ നടക്കാൻ പോയിരുന്നത്. നിധിയുടെ വാക്ക് കേട്ട് ഹരീഷും സുധീഷും നികേഷും എല്ലാവരും ഒരു നിമിഷം അങ്ങ് നിശബ്ദരായി. ശരിയാണ്, തങ്ങൾക്ക് വേണ്ടി ഉരുകിത്തീർന്ന ആ ഒരു ജ്യേഷ്ഠൻ സുഭാഷേട്ടന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചുവട് പോലും തങ്ങൾ ഇതുവരെ വെച്ചിട്ടില്ലല്ലോ എന്ന കുറ്റബോധം അവരുടെ ഉള്ളിലൊക്കെ നീറിപ്പുകഞ്ഞു. അങ്ങനെ അന്ന് രാത്രി സുഭാഷേട്ടൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഉമ്മർത്ത് നിധിയും അനിയന്മാരും എല്ലാവരും ചേർന്നിട്ട് ഒരു ഗൂഢാലോചന തന്നെ നടത്തി. ഇനി അധികം വൈകാതെ തന്നെ സുനന്ദയുടെ കല്യാണമാണ്, നമുക്കിനി ഒട്ടും തന്നെ സമയമില്ല. നിധി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ആദ്യമൊന്ന് മടിച്ചുവെങ്കിലും സുധീഷും ഹരീഷും ഒടുവിൽ അതിന് സമ്മതിച്ചു. അച്ഛനായ ഭാസ്കരനെയും കൂടെ കൂട്ടാൻ തന്നെ അവർ തീരുമാനിച്ചിരുന്നു. ജയിലിൽ പോയവനും കൊലപാതകിയുമായ അച്ഛൻ കൂടെ വന്ന കല്യാണം മുടങ്ങുമെന്ന് അവർ ഭയന്നുവെങ്കിലും നിധി പറയുന്നുണ്ട്, സത്യം തുറന്നു പറയാൻ തന്നെ അച്ഛൻ തന്നെ വേണം, അച്ഛൻ തന്നെ നമ്മുടെ കൂടെ വരണമെന്ന് പറയൂ. പിന്നീട് അങ്ങനെ സുനന്ദയുടെ കല്യാണ ദിവസം വന്നെത്തി കഴിഞ്ഞു. സുനന്ദയുടെ കല്യാണ മണ്ഡപം പോലും ഒരുങ്ങിക്കഴിഞ്ഞു. സുനന്ദ കണ്ണീരോട് കൂടത്തിനെ ആ ഒരു മന്ത്രകോടിയിൽ തളർന്നിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി നിധിയുടെ നേതൃത്വത്തിൽ സുധീഷും നികേഷും ഹരീഷും പിന്നെ തല കുനിച്ചു നിൽക്കുന്ന ഭാസ്കരനും അങ്ങോട്ടേക്ക് കടന്നു ചെന്നത്. പന്തലിലൊക്കെ ആകെ ബഹളമായിരുന്നു. സുനന്ദയുടെ അച്ഛൻ എടുത്തു ചാടി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നത്, എടി ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന്, കൊലപാതകിയുടെ മക്കൾക്ക് ഇവിടെ എന്ത് കാര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവരെ അവിടെ നിന്നും അപമാനിക്കാൻ ശ്രമിച്ചു. ലളിതയും ആക്രോശിച്ചുകൊണ്ട് തന്നെ മുന്നിലേക്ക് വന്നു. ആ സമയത്തിന് നിധി മുന്നോട്ട് വന്നിട്ട് എല്ലാവരെയും അങ്ങ് ശാന്തയാക്കി. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ഒരു സത്യം തുറന്നു പറയാനാണ്. നിധി ഭാസ്കരൻ്റെ നേരെ തിരിഞ്ഞു. വിറക്കുന്ന ശബ്ദത്തോടു കൂടെ തന്നെ ഭാസ്കരൻ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അന്ന് നടന്ന സത്യങ്ങളെല്ലാം തന്നെ വിളിച്ചു പറഞ്ഞു. അന്ന് അതൊരു കൊലപാതകമായിരുന്നില്ല എന്നും ഒരു അപകടമായിരുന്നു എന്നും പണ്ടാരോ കെട്ടിച്ചമച്ച കഥയാണ് എന്നും അദ്ദേഹം തെളിവുകൾ സഹിതം തന്നെ വിവരിച്ചപ്പോൾ പന്തലിൽ പെട്ടെന്ന് തന്നെ ഒരു നിശബ്ദത പടർന്നു. സുഭാഷേട്ടനാണെങ്കിൽ ഇതൊന്നും അറിയാതെ വീട്ടിലിങ്ങനെ തളർന്നിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു വാഹനം മുറ്റത്ത് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് തന്നെ സുഭാഷേട്ടൻ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ പുറത്തേക്ക് നോക്കുന്ന സമയത്തന്നെ ആകെ ഞെട്ടിപ്പോയി. മന്ത്രകോടി ഉടുത്ത് കരഞ്ഞിയ കണ്ണുകളുമായി സുനന്ദ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കൂടെ നിധിയും തൻ്റെ അനിയന്മാരെല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു. സുനന്ദയുടെ അച്ഛൻ്റെ ഉള്ളിലെ പക അലിഞ്ഞു പോയിരുന്നു. തൻ്റെ മകളുടെ കണ്ണീരിനേക്കാൾ വലുതല്ല തനിക്ക് കിട്ടേണ്ട അഭിമാനമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. എൻ്റെ മോൾക്ക് സുഭാഷിനെ പോലെ ഒരു മരുമകനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഭാഗ്യം ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞ് സുഭാഷിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. സുഭാഷേട്ടൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകി. സ്നേഹത്തോടെയും തമാശയോടെയും നിധി അനിയന്മാരെ നോക്കി കണ്ണിറുക്കി. ആ വീട്ടിൽ ആദ്യമായി അങ്ങനെ ഒരു മംഗളകർമ്മത്തിന് തിരി തെളിയുകയായിരുന്നു. നിധിയുടെ ഈ ഒരു ഇടപെടൽ മൂലം സുഭാഷേട്ടൻ്റെ ജീവിതം തന്നെ മാറ്റിയെഴുതിയിരിക്കുന്നു. ഇനി ആ വീട്ടിൽ സുനന്ദയുടെയും നിധിയുടെയും ഇണക്കങ്ങളും പിണക്കങ്ങളും നിറഞ്ഞ പുതിയൊരു അധ്യായമായിരിക്കട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.